ഈ സീസൺ മൊത്തം അടുക്കള തൂക്കിട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അടുക്കളയിലെ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാ സീസണിലും അടുക്കള ഒരു വിഷയമാണ്, എന്നാൽ ഇത്രമാത്രം വിഷയം ഉണ്ടാവും ഒരു എപ്പിസോഡ് പോലുമില്ല ലാലേട്ടൻ അടുക്കളയിലെ വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കാത്തത്. ഇത്തവണ സാബുമാൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. എന്താ സാബുമാൻ, പയർ അത്ര പ്രശ്നമാണോ? പയറിൽ നിന്നും ആണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ സാബു പറയാണ്, അനുമോള് പറഞ്ഞു ഇത്രേ ഇത്ര നീ കഴിച്ചാൽ മതിയെന്ന്. അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നു, എന്താ അനുമോളെ അങ്ങനെ പറഞ്ഞോ? അപ്പോൾ അത് അയ്യോ ലാലേട്ടൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല. എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. സാബുമാൻ കയ്യിൽ പിടിച്ച് നിൽക്കായിരുന്നു. സാബുമാനും അക്ബറും കയ്യിൽ പിടിച്ച് നിൽക്കായിരുന്നു ചോറ്. ബാക്കിയുള്ളവരൊക്കെ താഴെ. അപ്പോൾ താഴെ വെച്ചവർക്ക് അത്ര ഇട്ടിട്ട് കൊടുക്കുന്നു. സാബുമാൻ്റെ പ്ലേറ്റിൽ എനിക്ക് തോന്നുന്നു ചോറിനേക്കാൾ കൂടുതൽ പയറാണ് ഉണ്ടായത്. എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് വലിയൊരു പ്രശ്നമായി ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാബുമാൻ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ അല്ലേ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലായിടത്തും ആ ബീൻ ബാഗിൽ ഇങ്ങനെ ലൈവും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത ആൾ ഇപ്പം ചെറിയ ചെറിയ പ്രശ്നത്തിന് മുട്ട എടുക്കുന്നു. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെയൊക്കെയാണ് സാബുമാൻ വലിയ പ്രശ്നമാക്കി മാറ്റുന്നത്. അത് കള്ളവും പറയുന്നുണ്ട്. അന്ന് അരി ഇട്ടത് സാബുമാനാണ് അരി കഴുകി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് എല്ലാം പറഞ്ഞു നോണയും പറയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചോദിക്കുമ്പോൾ ഇന്നും കള്ളം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അനുമോള് പറഞ്ഞു അത്രേ അധികം കഴിക്കേണ്ട, ഇത്ര നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് അനുമോള് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഈ അനുമോള് വിളമ്പി കൊടുക്കുമ്പോഴാണല്ലോ പ്രശ്നം എന്ന്. അപ്പം അനുമോള് വിളമ്പി കൊടുക്കണ്ട, ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നാണോ ലാലേട്ടനോട് ഉദ്ദേശിച്ചത്? അങ്ങനെ ആയിരിക്കില്ല അല്ലേ. എന്താണെങ്കിലും അനുമോൾ അടുക്കളയിൽ കയറുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിളമ്പി കൊടുക്കുന്ന കാര്യത്തിലാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായ വിഷയം ആദില അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അനുമോൾ മാത്രമാണ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളമ്പാൻ സമയമായപ്പോൾ എല്ലാവരും വന്നു, പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഇത്രയും ഉണ്ടാക്കാമെന്ന് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് വിളമ്പി കൊടുക്കാനും അറിയാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ വിളമ്പി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു വിഷയം ലാലേട്ടനും അറിയാം. ലാലേട്ടൻ അത് ചോദിച്ച് അനുമോളുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അനുമോൾ അത് തുറന്ന് പറഞ്ഞാൽ ഓക്കെ ആവും. പക്ഷേ പല കാര്യങ്ങളും അനുമോൾ പേടിച്ചിട്ട് ലാലേട്ടൻ്റെ മുമ്പിലൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ്റെ നാവിൽ നിന്ന് കുറേ ചിത്ത് കേൾക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനത് മനസ്സിലാവും. പിന്നെ അതിലെടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അതിലിങ്ങനെ പിശാശ് അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ വിളിക്കുമ്പോൾ ശരിയാണോ? പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണല്ലേ, ഇവരോടൊക്കെ എത്ര പറഞ്ഞാലും മതിയല്ലോ. ഇവർ വിചാരം തെറി പറയുന്നത് മാത്രമാണോ മോശം വാക്കുന്നത്? ഇതും മോശം വാക്ക് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ കാണുകയല്ലേ, അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യും. അതിൽ തമാശക്കും അങ്ങനെ പറയും, സീരിയസ് ആയിട്ടും അങ്ങനെ പറയും. അപ്പോൾ അത് ലാലേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ നിവിനെ ഇവരിങ്ങനെ? അപ്പോൾ നിവിൻ പറയാണ്, ഇവർക്കൊന്നും വേറെ പണിയില്ല ലാലേട്ടാ, ഈ പയറ് ചോറ് അരി അതിനൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കുകയാണെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെന്താ ഒരു പ്രതിവിധി എന്താ ഉള്ളത്? അപ്പോൾ നിവിൻ പറയാണ്, ഇനി ഇവിടെ ഫുഡ് ഉണ്ടാക്കണ്ട, ഇനി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണ്ട, സമയമാകുമ്പോൾ ബിഗ് ബോസ് അങ്ങോട്ട് ഫുഡ് എത്തിച്ചാൽ മതി. നൂറ് അവിടെ നിന്ന് കമൻട്രി അടിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം എത്തിക്കും എന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ ലിസ്റ്റ് താ, ഞാനേ സമയം എത്തിക്കാം, ബിഗ് ബോസിനോട് പറയാം. അങ്ങനെ എന്തോ ലാലേട്ടൻ പറയും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള. സാധാരണ പ്രോമോക്കെ സാറ്റർഡേസ് 3 പ്രോമോക്കെ വരാറുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 3 വന്നു, ഇനി വരാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല നല്ല സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക എന്നുള്ളത്. ആരും മിസ്സാക്കേണ്ട, എല്ലാവരും ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്നത്തെ കാണണം. നിവിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നിവിനെ വെറുപ്പിച്ച് നിവിൻ പോയാൽ മതി എന്നായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നിവിൻ വരുത്തിയിരിക്കുന്നത്. ഇപ്പം നിവിനോട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മാറ്റം. ഇപ്പോൾ ഗെയിം അറിഞ്ഞ് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല നിവിൻ. ടോപ്പ് 5 ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഉണ്ടാവുമെന്നാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് ഇന്ന് വരും. നമുക്കെല്ലാവർക്കും ആകാംക്ഷപൂർവ്വം തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മലയാളി പ്രേക്ഷകർക്കും കേരളപ്പിറവി ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.